നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. കുന്നംകുളത്ത് പന്തല്ലൂർ ചൊവ്വന്നൂർ മേഖലകളിൽ മിന്നൽ ചുഴലി, വ്യാപക നാശനഷ്ടം. ഇന്ന് രാവിലെ 9:30യോടെയാണ് ചെറിയ മഴയോടുകൂടി ശക്തമായ കാറ്റ് ആഞ്ഞു വീശിയത്. 15ഓളം ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു വീണു, ട്രാൻസ്ഫോമറും നിലംപൊത്തി. പ്രദേശത്ത് വൈദ്യുതി ബന്ധം നിലച്ചു. പന്തല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് വീണു. പന്തല്ലൂർ സ്വദേശി സൈമന്റെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് ഇലക്ട്രിക് പോസ്റ്റ് വീണത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വിവിധ പറമ്പുകളിലെ നിരവധി തെങ്ങുകളും മരങ്ങളും നിലം പതിച്ചിട്ടുണ്ട്. 5 മിനിറ്റിലധികം നീണ്ടുനിന്ന കാറ്റിലാണ് വ്യാപകമായ നാശനഷ്ടം സംഭവിച്ചത്. വടക്കാഞ്ചേരി റോഡ് മുതൽ പന്തല്ലൂർ വരെയുള്ള ഭാഗങ്ങളിലാണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കെഎസ്ഇബി ജീവനക്കാരെത്തി പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. ക്ഷേത്രവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർക്കുവാൻ ശ്രമിക്കുന്ന ഭരണകർത്താക്കളാണ് ഇന്ന് ശബരിമല അയ്യപ്പ സംഗമം നടത്താൻ ശ്രമിക്കുന്നതെന്നും ഇതിനു പിന്നിൽ നിഗൂഢ ലക്ഷ്യങ്ങളുണ്ടെന്നും ബിഎംഎസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. കേരള പ്രദേശ് ക്ഷേത്ര ഫെഡറേഷൻ സംസ്ഥാന സമ്മേളന സ്വാഗത സംഘം രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് പ്രവർത്തകരെ സംഘടിപ്പിക്കാനുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ദേവസ്വം ബോർഡുകളെ സർക്കാർ കാണുന്നത്. പിൻവാതിൽ നിയമനങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബിഎംഎസ് സംസ്ഥാന സമിതി അംഗവും ഗുരുവായൂർ ക്ഷേത്ര കാർമ്മിക് സംഘം പ്രസിഡന്റുമായ ടി.സി. സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി കെ. മഹേഷ്, തൃശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, പത്മനാഭസ്വാമി ക്ഷേത്ര കാർമ്മിക് സംഘം ജനറൽ സെക്രട്ടറി ഇ.വി. ആനന്ദ്, തിരുവിതാംകൂർ ദേവസ്വം കാർമ്മിക് സംഘം പ്രസിഡന്റ് ടി. രമേശ്, സെക്രട്ടറി പി.ആർ. പുഷ്പരാജ്, ശബരിമല മുൻ മേൽശാന്തി കുറ്റുംപുള്ളി വിഷ്ണു നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. നവംബർ 5-ാം തീയതി ഗുരുവായൂരിൽ നടക്കുന്ന കേരള പ്രദേശ് ക്ഷേത്ര കാർമ്മിക സംഘം ഫെഡറേഷൻ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാനായി മുന്നൂലം നീലകണ്ഠൻ നമ്പൂതിരി, ജനറൽ കൺവീനർ ടി.സി. സേതുമാധവൻ, ട്രഷറർ എം.എസ്. മണികണ്ഠൻ തുടങ്ങി 51 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. തിരുവിതാംകൂർ ദേവസ്വത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങളോ അല്ലെ അംഗീകാരമോ മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഒരുപക്ഷെ കേരളത്തിലെ മലബാർ മേഖലയിലെ ക്ഷേത്രങ്ങളുടെ ഭൂസ്വത്തുക്കൾ മുഴുവനും ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം ഇ.എം.എസ്. നമ്പൂതിരിപ്പാട് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നപ്പോൾ ആ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിനുള്ള മൊത്തം വരുമാനങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന് കൊടിയേറി. ഓഗസ്റ്റ് 15-നാണ് തിരുനാൾ. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. വിശുദ്ധ കുർബാന, ലതീഞ്ഞ, നൊവേന, കൂടുതുറക്കൽ, പ്രദക്ഷിണം എന്നിവയുണ്ടായി. വെള്ളിയാഴ്ച രാവിലെ 5:45-നും 7-നും കുർബാന ഉണ്ടാകും. ഉച്ചതിരിഞ്ഞ് 4-ന് തിരുനാൾ കുർബാന, ലതീഞ്ഞ, നൊവേന, പ്രദക്ഷിണം, നേർച്ചഭക്ഷണം എന്നിവയ്ക്ക് ശേഷം വർണ്ണമഴ ഉണ്ടാകും.
28-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന ബാൻഡ് മേളവും അരങ്ങേറും. സഹവികാരി ഫാദർ തോമസ് ഊക്കൻ, ട്രസ്റ്റിമാരായ സെബി താണിക്കൽ, KP പോളി, VK ബാബു, CK ഡേവിസ്, PRO ബിജു അന്തിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകും. കേന്ദ്ര സർക്കാർ വിവിധ രാജ്യങ്ങളുമായി നടത്തുന്ന വികലമായ വ്യാപാര കരാറിൽ പ്രതിഷേധിച്ച് UDTF ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ STU മത്സ്യ ഫെഡറേഷൻ ദേശീയ സെക്രട്ടറി PA ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. INTUC ഗുരുവായൂർ റീജിയണൽ പ്രസിഡന്റ് VK വിമൽ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ്, STU സംസ്ഥാന കമ്മിറ്റി അംഗം PP മൻസൂർ അലി, AK മൊയ്തുട്ടി, CV തുളസീദാസ്, ധർമ്മൻ പുന്നയൂർ, CR മനോജ്, ഗോപി മനയത്ത്, KK ഹിരോഷ്, സെയ്ദ് മുഹമ്മദ് പോക്കാക്കിലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക, കോർപ്പറേറ്റ് കമ്പനികൾ കൃഷി ഉപേക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി ചാവക്കാട് സംയുക്ത കർഷക തൊഴിലാളി CITUവിന്റെ നേതൃത്വത്തിൽ ട്രംപിന്റെയും മോഡിയുടെയും കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ഇമ്പിച്ചി ബാവ മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം KSKTU ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. AS മനോജ്, V അനൂപ്, V വിദ്യാധരൻ, KV രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ട്രംപിന്റെയും മോഡിയുടെയും കോലം കത്തിച്ചു. ചാലിശ്ശേരി കവുക്കോട് MMALP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ ലൈബ്രറിയിലേക്ക് 1000 പുസ്തകങ്ങൾ ശേഖരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. സംസ്കൃത പണ്ഡിതനും ഗവൺമെന്റ് IISc സംസ്കൃത വിഭാഗം മുൻ മേധാവിയുമായ ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ, ഫിറോസ് അബ്ദുൾ ലത്തീഫ് നൽകിയ 50 പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സ്കൂൾ ലൈബ്രറി നമ്മുടെ പദ്ധതി എന്നതിന്റെ ഭാഗമായി 8 മാസത്തിനുള്ളിൽ 1000 പുസ്തകങ്ങൾ ശേഖരിക്കാനാണ് ലക്ഷ്യം. സ്കൂൾ MPTA വൈസ് പ്രസിഡന്റ് അനാർ സുഷിതയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രധാനാധ്യാപകൻ ബാബു നാസർ, അധ്യാപകരായ K നീനു പോൾ, M ഷമീറ, KT അബ്ദുൾ അസീസ്, K ഇജാസ് എന്നിവർ പങ്കെടുത്തു. ായിട്ട് മാറുന്നത് എന്നതിന് ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ. അപ്പോ ഇവിടെ ഈ ഒരു പ്രവർത്തനം തുടങ്ങി വെച്ചിട്ടുള്ള നിങ്ങൾ അധ്യാപകര്, അതിന് പിന്തുണ കൊടുക്കുന്നതായിരിക്കുന്ന രക്ഷിതാക്കള്, നിങ്ങള് ഇവിടെ ഏതെങ്കിലും പല നാടുകളില് പലതരത്തിലുള്ള ലൈബ്രറികളിൽ അല്ലെങ്കിൽ പുതിയ അറിവ് നേടുന്നതിനുള്ള സംവിധാനങ്ങൾ തുടങ്ങുന്നതിനുള്ള വിത്താണ് പാകുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നാണ് മുതിർന്ന ബഹിരാകാശത്തിന്റെ വിസ്മയമറിഞ്ഞ അൻസാർ സ്കൂൾ നടത്തിയ ദേശീയ ബഹിരാകാശ ദിനാഘോഷം വേറിട്ടതായി. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ISROയുടെ കീഴിൽ സംഘടിപ്പിച്ച ആഘോഷങ്ങളിൽ 8ാം ക്ലാസ്സുകാരൻ MK ഷെഹരിയാർ പ്രതീകാത്മക റോക്കറ്റ് വിക്ഷേപണം നടത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഇതോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരവും നടത്തി. തുടർന്ന് നടന്ന ഉപന്യാസ രചനാ മത്സരത്തിൽ വിദ്യാർത്ഥികൾ ബഹിരാകാശ ശാസ്ത്രത്തെക്കുറിച്ച് ആഴത്തിലുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ബഹിരാകാശ യാത്രയെക്കുറിച്ച് മോഡലുകൾ നിർമ്മിച്ച് റോക്കറ്റ് മോഡൽ നിർമ്മാണ മത്സരവും നടത്തി. റാലിയിൽ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി 100ഓളം വിദ്യാർത്ഥികൾ അണിനിരന്നു. റാലിയുടെ ഫ്ളാഗ് ഓഫ് പ്രിൻസിപ്പൽ EM ഫിറോസ് നിർവഹിച്ചു. കുന്നംകുളത്ത് കിസാൻ മോർച്ച, കർഷക തൊഴിലാളി യൂണിയൻ, ട്രേഡ് യൂണിയൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അവകാശ ദിനം സംഘടിപ്പിച്ചു. ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% കയറ്റുമതി തീരുവ ചുമത്തിയ ട്രംപിന്റെ ഏകപക്ഷീയമായ നടപടിക്കെതിരെ മോദി സർക്കാർ പ്രതികരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവകാശ ദിനം സംഘടിപ്പിച്ചത്. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ ടാക്സി പാർക്കിൽ സമാപിച്ചു. തുടർന്ന് ട്രംപിന്റെയും മോദിയുടെയും കോലങ്ങൾ കത്തിച്ച് പ്രതിഷേധിച്ചു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. AITUC നേതാവ് പ്രേംരാജ് ചുണ്ടലാത്ത് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MN മുരളീധരൻ, PG ജയപ്രകാശ്, MB പ്രവീൺ എന്നിവർ സംസാരിച്ചു. പാർലമെന്റിലെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ആധികാരികമായി പരിശോധിച്ചിട്ട് പറഞ്ഞ ഏതെങ്കിലും ഒരു കർഷകൻ ഈ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഉത്തരേന്ത്യയിലെ കർഷകർ അവരെ കൃഷിഭൂമി വിട്ടൊഴിഞ്ഞു പോകുന്നു. ഇന്ത്യയിലെ കാർഷിക ഉത്പാദനം പറയുന്നു. കേരളത്തിൽ ആരെങ്കിലും കൃഷിഭൂമി വിട്ടൊഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടോ?
ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.